2026 കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറിയുമോ? അതിപ്പോഴേ ചർച്ച ചെയ്തു തുടങ്ങി. ചർച്ച ചെയ്യാൻ കാര്യം പലതുമുണ്ട്. ഒരു മുന്നണിക്കകത്ത് നിൽക്കുന്ന ഘടകകക്ഷികൾ എങ്ങോട്ടെങ്കിലും ചാടുമോ ഇല്ലയോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ BJP രാഷ്ട്രീയം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഭരണം നടത്തുന്ന മുന്നണിക്ക് ഒരു പതർച്ചയുണ്ട്. തുടർ ഭരണം ലഭിക്കുമോ ഇല്ലയോ? സ്വാഭാവികമാണ്. 2 തവണത്തെ ഭരണത്തിലൂടെ കേരളത്തിലെ ജനത മടുത്തു നിൽക്കുന്നു. അതുകൊണ്ട് തുടർ ഭരണം നടക്കില്ല എന്നാണ് പാർട്ടി തലത്തിൽ തന്നെ അവർ പഠനം നടത്തി കണ്ടെത്തിയിരിക്കുന്ന കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും മുന്നണിയിലെ ഘടകകക്ഷികൾ അവരവരുടേതായ വഴികൾ തേടും. ഇതിൽ LDF മുന്നണിയിൽ ഇപ്പോൾ നിരവധി ഘടകകക്ഷികളുണ്ട്, UDFിലുമുണ്ട്. ഭരണം അപ്പോൾ ആർക്കായിരിക്കും ഇനിയും കിട്ടാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ പലരും പറയും UDF ആയിരിക്കും. കാരണം LDF 2 തവണ ഭരിച്ചു, ഇനി UDFിനായിരിക്കും. കേരളത്തിലെ സ്ഥിതി അങ്ങനെ ആയിരുന്നല്ലോ, LDF UDF UDF LDF. അപ്പോൾ പിണറായി വിജയൻ പുതിയ തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിക്കുന്നുണ്ട്. പക്ഷെ ആ തന്ത്രങ്ങൾ ഇനിയും കേരളത്തിൽ വിലപ്പോവില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഘടകകക്ഷികൾ മുന്നണിയിൽ നിന്ന് ചാടാനുള്ള ഒരുക്കങ്ങൾ പോലും ആരംഭിച്ചു. അത് UDFിലേക്ക് വേണോ അതോ വളർന്നു വരുന്ന NDA മുന്നണിയിലേക്കായിരിക്കണമോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ അവർക്ക് തീർച്ചപ്പെടുത്തേണ്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി ഒന്ന് കഴിയട്ടെ, അപ്പോൾ ചിലപ്പോൾ ചെറുതായിട്ട് ചിത്രം ഒന്ന് തെളിയും. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിന്നെയും ഒരു 5-6 മാസം ബാക്കി ഉണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ. അപ്പോഴേക്ക് ഏതാണ്ടൊരു ചിത്രം വ്യക്തമാകും. അപ്പോൾ പൂർണ്ണമായിട്ടും മുന്നണി വിടാനും സമയമുണ്ട്, ഭരണവും അവസാനിക്കും. അപ്പോൾ നിലവിലിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് അടുത്ത തവണ ഈ മുന്നണിക്ക് ഭരണം കിട്ടില്ലെങ്കിൽ അടുത്ത മറ്റൊരു മുന്നണിയിലേക്ക് കയറി അവിടെയും ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ടിരിക്കാം. ഇതൊക്കെയാണല്ലോ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും താല്പര്യം. 2021 പിണറായി വിജയൻ സർക്കാരിലേക്ക് വന്ന LDFിലേക്ക് കടന്നു വന്ന ഒരു ഘടകകക്ഷിയാണ് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം. അത് ക്രൈസ്തവ വോട്ട് നേടുന്നതിന് പിണറായി വിജയൻ ആവിഷ്കരിച്ച തന്ത്രമായിരുന്നു ജോസ് കെ മാണി വിഭാഗത്തെ മറുകണ്ഠം കൊണ്ടുവരിക എന്നുള്ളത്. ജോസ് കെ മാണി UDFിൽ അതൃപ്തനായിട്ട് കഴിയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആരോടും പറയാതെ ഇറങ്ങിയും പോന്നു. പള്ളിക്കാരും പട്ടക്കാരും ഒക്കെ ആയിട്ട് ജോസ് കെ മാണി ആലോചിച്ചു. ജോസ് കെ മാണി വിഭാഗത്തിന് കേരള കോൺഗ്രസിന് എപ്പോഴും പള്ളിക്കാരും ഒക്കെ ആയിട്ട് വലിയ ബന്ധമാണുള്ളത്. അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് പാർട്ടി വോട്ട് മാത്രമല്ല വിശ്വാസികളുടെ വോട്ടും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പിണറായി വിജയൻ ജോസ് കെ മാണി വിഭാഗത്തെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നത്. പക്ഷേ വേണ്ടത്ര തരത്തിൽ ജോസ് കെ മാണിക്ക് ഇവിടെ പരിഗണന കിട്ടിയിട്ടില്ല എന്നൊരു കണക്കുകൂട്ടലും ഉണ്ട്. UDFിൽ നിന്ന് പോരുമ്പോൾ ഉണ്ടായിരുന്ന രാജ്യസഭാ സീറ്റ് അവരുടെ തന്നെ തിരിച്ചും കൊടുത്തിട്ട് പോന്നു. ആടയാഭരണങ്ങളെല്ലാം അഴിച്ചു വെച്ചിട്ട് പോന്നു. തിരികെ ഇവിടെ വന്ന് പാലയിൽ മത്സരിച്ചു. പാലയിലെ എപ്പോഴും ജോസ് കെ മാണി കരുതിയിട്ടുള്ളത് അത് അവർക്ക് തീരെഴുതി വച്ചിരിക്കുന്നതാണല്ലോ, വിജയിച്ച് കയറുമെന്നാണ്. പക്ഷേ പരാജയപ്പെട്ടു. 8 നിലയിൽ തന്നെ പൊട്ടി. മാണി C കാപ്പൻ്റെ വിജയമായിരുന്നു. KM മാണിയുടെ സ്വന്തം തട്ടകം എന്നൊക്കെ പണ്ട് കരുണാകരന് മാളയിൽ പറയുമല്ലോ, മാളയിലെ മാണിക്യം എന്നൊക്കെ എന്ന് പറഞ്ഞതുപോലെയായിരുന്നു പാല KM മാണിയുടെ സ്വന്തമായിരുന്നു. അത് പക്ഷേ പുത്രനിലെത്തിയപ്പോൾ അതങ്ങ് പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ പാലയിലേക്ക് തിരിച്ചു വന്നാലും കിട്ടാൻ പോകുന്നില്ല. UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ വന്നാലും കാപ്പൻ മാറിക്കൊടുക്കത്തില്ല. അപ്പോൾ ജോസ് കെ മാണിക്ക് വേറൊരു മണ്ഡലം കൊടുക്കേ പറ്റുകയുള്ളൂ. അപ്പോൾ തിരികെ അന്ന് LDFിലേക്ക് വരുമ്പോൾ ഇവിടുന്ന് ലോക്സഭാ അംഗമാവുകയും ചെയ്തു. റോഷി അഗസ്റ്റിന് മന്ത്രിയായി. മന്ത്രിയായിട്ട് എന്ത് കാര്യം?
ഈ ജോസ് കെ മാണിയുടെ തറവാട്ടിലേക്ക്, അതായത് കെ എം മാണിയുടെ തറവാട്ടിലേക്ക്, കരിങ്ങോഴക്കൽ തറവാട്ടിലേക്ക് കൊടിവെച്ച കാറ് വന്നിട്ട് കാലം എത്രയായി? ജോസ് കെ മാണിക്ക് അങ്ങനെയൊക്കെ ഇല്ലാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് അടുത്ത ഭരണകാലത്തെങ്കിലും കൊടിവെച്ച ഒരു കാറ് വരണമെന്ന് ആഗ്രഹമുണ്ട്. ജോസ് കെ മാണി വിഭാഗത്തെ അടർത്തിക്കൊണ്ടുവരാനായിട്ട് കൂടുതൽ യജ്ഞം നടത്തുന്നത് ലീഗാണ്. കാരണം ലീഗിനാണ് ഇനിയും ഭരണം വേണ്ടത്. അവരെ സംബന്ധിച്ചിടത്തോളം 10 വർഷമായി ആകുന്നു പുറത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇനിയും ഭരണമില്ലെന്നുണ്ടെങ്കിൽ പിന്നെ പറയണോ? ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഭരണവും മറ്റ് സുഖസൗകര്യങ്ങളും ഒക്കെയാണ് അവരുടെ പ്രധാനം. അതിനുവേണ്ടി മുന്നണി വിപുലീകരിക്കുക, ശക്തിപ്പെടുത്തുക, ഇതൊക്കെ ലീഗ് അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. കോൺഗ്രസിനേക്കാൾ ഇപ്പോൾ ആവശ്യം ലീഗിനാണ്. അങ്ങനെ ലീഗ് മുൻകൈ എടുത്തുകൊണ്ട് ജോസ് കെ മാണിക്ക് പാല ഇല്ലെങ്കിൽ പകരം തിരുവമ്പാടി മണ്ഡലം വരെ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. തിരുവമ്പാടി മണ്ഡലം ലീഗിൻ്റേതാണ്. അവിടെ നിലവിലെ LDF സ്ഥാനാർത്ഥിയാണ് CPMൻ്റെ. ഒരു 2000-3000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് 2021 CPMൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചു വന്നത്. അതെന്തായാലും ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ തിരികെ കിട്ടുമെന്ന് ലീഗ് കരുതുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സ്ഥിതിക്ക്. അതുകൊണ്ട് മാണിയെ എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടുവരിക, മുന്നണി ശക്തിപ്പെടുത്തുക, അങ്ങനെ ഭരണം തിരിച്ചു പിടിക്കുക എന്നത് ലീഗ് ആഗ്രഹിക്കുന്ന കാര്യമാണ്. LDF വലിയ ഒരു പതനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ജോസ് കെ മാണി ചാടി വരും. ജോസ് കെ മാണിക്ക് ഇതുപോലെയാണ്, ലീഗിൻ്റെ കാര്യം പറഞ്ഞതുപോലെയാണ്. ഭരണമൊക്കെ വേണം. ഭരണവും പിടിപ്പും ഒന്നും ഇല്ലാതെ അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല. കേരള കോൺഗ്രസിനകത്ത് സംബന്ധിച്ചിടത്തോളം ഈ ചുക്കില്ലാത്ത കഷായമില്ലെന്ന് പറഞ്ഞതുപോലെ കെ എം മാണി അല്ലെങ്കിൽ നമ്മുടെ കേരള കോൺഗ്രസ് ഇല്ലാത്ത എന്ത് രാഷ്ട്രീയമാണ്? ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് വന്നാൽ ചിലപ്പോൾ വരാൻ ആഗ്രഹിക്കാത്ത ചിലരും കാണും, റോഷി അഗസ്റ്റിനും വിഭാഗവും ഒക്കെ. അങ്ങനെയാണെങ്കിൽ അവിടെ പിളരും. കേരള കോൺഗ്രസ് ജോസ് കെ മാണിയാകും, പിന്നെ റോഷി അഗസ്റ്റിൻ വിഭാഗവുമാകും. അതായത് കേരള കോൺഗ്രസ് 6 കൂടെ ആകും. ഇംഗ്ലീഷ് അക്ഷരമാല ഇപ്പോൾ തികയാതെ വരുന്ന അവസ്ഥയിലേക്ക് പോവും കേരള കോൺഗ്രസ്. കേരള കോൺഗ്രസ് പിളരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ തൊഴിലെന്ന് പറയുന്നത് പിളരുക എന്നുള്ളതാണ്. പിളർന്ന് 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 ഇങ്ങനെ അങ്ങ് പോവുക. അത് പിളരുന്ന എല്ലാവർക്കും തന്നെ ഏതെങ്കിലും സമയത്ത് ഓരോ മുന്നണിയിൽ കയറി അധികാരത്തിൻ്റെ അപ്പക്കഷ്ണവും കടിച്ചു തൂങ്ങി ഇരിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ജോസ് കെ മാണി ഇനി ചിലപ്പോൾ അടുത്ത തവണ 26-ൽ വേറൊരു മുന്നണിയിൽ നമ്മൾക്ക് കാണാം.